ഹായ് ഗൈസ്, നമ്മൾ 2 ക്ലാസ്സിലായിട്ട് നമ്പർ സീരീസിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറൊരു മോഡലാണ്. അപ്പോൾ ഇതുവരെ 2 പ്രോബ്ലംസിൻ്റെ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 357, 363, 369 പിന്നെ എക്സെട്ര. ഇതിൽ 10th ടേം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 10th ടേം എന്താണ്? അപ്പോൾ നമുക്കറിയാം, XN എടുക്കുക. നമുക്ക് 10th ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് XN എന്ന് പറയുന്നത് A1 + n-1 × D ആണ് നമുക്കറിയാം. XN എന്ന് പറഞ്ഞാൽ X10, നമുക്ക് 10th ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 357 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ നമ്മൾ n എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 - 1 9 ആണ്. ഇനി D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് 6 ആണ്. 6 ആണ് ഡിഫറൻസ്. അപ്പോൾ 6. അപ്പോൾ 357 പ്ലസ് 9 × 6 9 6 54. അപ്പോൾ 357 പ്ലസ് 54 ആണ് നമ്മളെ ആൻസർ. 357 പ്ലസ് 54 എന്ന് പറയുന്നത് 411 ആണ് നമ്മളെ ആൻസർ. 411 ആണ് 10th ടേം ഈ സീരീസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 201, 208, 215 up to 369. 215 ആണ് ഇത്. up to 369. അങ്ങനെയാണെങ്കിൽ ഈ സീരീസിൽ എത്ര ടേംസ് ഉണ്ട്? ഹൗ മെനി ടേംസ്, എത്ര ടേംസ് ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പം ഇതിൻ്റെ അകത്ത് XN എന്ന് പറയുന്നത് nth ടേം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ nth ടേം നമ്മുടെ അടുത്ത് തന്നിട്ടുണ്ട് 369 തന്നിട്ട്. 369 = പിന്നെ ഈ ഇക്വേഷൻ തന്നെ A1 എന്ന് പറയുന്നത് 201 ആണെന്ന് നമുക്കറിയാം. പ്ലസ് നമുക്കറിയാത്ത n ആണ്. n-ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n-1 അതേപോലെ തന്നെ കൊടുക്കുക. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 7 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ 7. അപ്പോൾ 201 പ്ലസ് 7n - 7 369. 369 - 201 പ്ലസ് 7 = 7n. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 175 ആൻസർ കിട്ടും. = 7n. അപ്പോൾ n = 175/7 = 25. 25 ആണ് നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 8 9 6 5 4 2 3 7. കുറച്ച് വലിയ നമ്പേഴ്സാണ്. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലായി. ഇതിനകത്ത് ഡിഫറൻസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വലിയ വലിയ നമ്പേഴ്സ് കണ്ടാൽ അതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ ആൻസർ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഡിഫറൻസ് കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കി, അതിൻ്റെ ക്യൂബ് റൂട്ടാണോ സ്ക്വയർ റൂട്ടാണോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം വന്ന് 5 8 9 6 5 4 2 3 7. നെക്സ്റ്റ് ടേം നോക്കിയാൽ 8 9 6 5 4 2 3 7. സെയിം സംഭവം തന്നെ, 5 ഇല്ലാന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 8 9 6 5 4 2 3. ഇതിൻ്റെ അകത്ത് തേർഡ് ടേമിൽ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് 7 ഒഴിവാക്കി. ഇനി നെക്സ്റ്റ് ടേമിൽ 9 6 5 4 2 3 ആണുള്ളത്. 8 ഒഴിവാക്കി. അപ്പോൾ ഫസ്റ്റിലത്തിൽ സ്റ്റാർട്ടിങ് ഡിജിറ്റ് ഒഴിവാക്കി,
പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ലാസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കി, മൂന്നാമത്തെ പ്രാവശ്യം ഫസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കി, ഇനി അടുത്ത പ്രാവശ്യം ലാസ്റ്റ് ഡിജിറ്റ് ഒഴിവാക്കുക. അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 96542. ഇതാണ് നെക്സ്റ്റ് ടേം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സീരീസാണ് 7, 14, 28. ഇതിലെ 10th ടേം എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 10 എടുത്തിട്ട് നമുക്ക് 10th ടേം കണ്ടുപിടിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ഡിഫറൻസ് നോക്കിയാൽ 7ഉം 14ൻ്റെയും കോമൺ ഡിഫറൻസ് എന്ന് വരുന്നത് 7. ഇനി 14ഉം 28ൻ്റെയും കോമൺ ഡിഫറൻസ് എന്ന് വരുന്നത് 48 ആണ്. കോമൺ ഡിഫറൻസ് സെയിം അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് എന്ന് പറയുന്നത് അർത്ഥമാറ്റിക് പ്രോഗ്രഷനാണ്, AP ആണ്. ഇനി ഈ ഒരു സീരീസ് നമുക്ക് ചോദിച്ചാൽ ഇത് ജോമെട്രിക് പ്രോഗ്രഷനാണ്. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷനാണ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് AR raised to n-1. AR raised to n-1 ആണ് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ. ഇനി R എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ഇവിടെ സെക്കൻഡ് ടേം 14 ഡിവൈഡഡ് ബൈ 7 2. ഇതിപ്പോൾ നോക്കിക്കോ 28 ഡിവൈഡഡ് ബൈ 14 2. അപ്പോൾ നമ്മൾ R എന്ന് പറയുന്നത് 2 ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ ഇങ്ങനെ ചെയ്യുക. അപ്പം A എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആണ്, 7 × 2. നമുക്ക് n എന്ന് പറയുന്നത് 10 ആണ്, 10 - 1 9. അപ്പോൾ 7 × 2⁹ എന്ന് പറഞ്ഞാൽ 512 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് 3584. അപ്പോൾ നമ്മൾ 22 ക്വസ്റ്റ്യൻ ചെയ്ത്, ഇനി ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് അയച്ചു തരാം, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്ക്. 1/2, 3/4, 5/8, 7/16. ഇതിൻ്റെ ഓപ്ഷൻ ഞാൻ തരാം. ഓപ്ഷൻ A എന്ന് പറയുന്നത് 9/32, ഓപ്ഷൻ B എന്ന് പറയുന്നത് 10/17, ഓപ്ഷൻ C എന്ന് പറയുന്നത് 11/34, ഓപ്ഷൻ D എന്ന് പറയുന്നത് 12/35. ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇത് നിങ്ങൾ ചെയ്യുക, എനിക്ക് ആൻസർ കിട്ടുന്ന കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത ക്ലാസ് കാണാം.